ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, നമുക്ക് മുല്ലപ്പൂ ഉണ്ടാക്കിയാലോ? എല്ലാവരും മുല്ലപ്പൂ വെച്ചുകൊണ്ടൊക്കെയാണ് ഫംഗ്ഷനൊക്കെ പോകുന്നത് ഓണത്തിൻ്റെ. അപ്പോൾ നമുക്കിന്ന് വീട്ടിൽ മുല്ലപ്പൂ ഉണ്ടാക്കാം, കടയിൽ നിന്ന് വാങ്ങണ്ട. അതിനായിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇല്ലേ, ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന കണക്ക് മടക്കി എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ രണ്ട് സൈഡും നമ്മളിതുപോലെ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത ശേഷം ഈ എടുത്ത് വെച്ചേക്കുന്ന ടിഷ്യൂ പേപ്പർ എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ വരും. ഒരു വലിയ പീസായിട്ട് ഇതുപോലെ രണ്ട് സൈഡും കോണായിട്ട് ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ എല്ലാം അതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് ഞാനിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ചാൽ 1 2 3 4 4 വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ 4 വെച്ച് കട്ട് ചെയ്ത് ഇടുക. അപ്പോൾ എല്ലാം അതുപോലെ നമ്മൾ കട്ട് ചെയ്തിടണം. അപ്പോൾ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്കത് എങ്ങനെയാണ് മുല്ലപ്പൂവിൻ്റെ രീതിയിലാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ജസ്റ്റ് അതിങ്ങനെ പിടിച്ച് ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഞൊറിയെടുക്കൂലേ, അതുപോലെ ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കും. ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം, പക്ഷേ നമ്മൾ മെനക്കെട്ടിരിക്കണം. ക്ഷമ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കുറേ നേരം ഇരിക്കേണ്ടി വരും. ഞാൻ ഇടയ്ക്ക് ആദ്യം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂ, അതാണ്. ശേഷം വീഡിയോ എടുക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇത്രത്തോളം ശരിയാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എല്ലാം അതുപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പച്ച കളർ അതിൻ്റെ തണ്ടെന്ന രീതിയിലാക്കണമല്ലോ. അതിനായിട്ട് ഞാൻ എൻ്റെ കളർ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പശ എടുത്ത് തേച്ചിട്ട് അത് ഇട്ട് മിക്സ് ആക്കിയ ശേഷമാണ് നമ്മൾ തണ്ടിൻ്റെ ആയിട്ടുള്ള കളറാക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ആയിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പൂവുണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ആക്കി കൊടുക്കണം. ഓക്കെ, അത് എല്ലാത്തിലും ഒരേ കണക്കാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പൂവിൻ്റെ ഓൾറെഡി ഉള്ള ലുക്ക് സെറ്റാവും. പിന്നെ ഇത് ഉണങ്ങാനുള്ള ക്ഷമയും നമ്മൾ കാണിക്കണം കേട്ടോ. അല്ലാണ്ട് പെട്ടെന്ന് എടുത്ത് വെച്ച് ചെയ്താൽ എനിക്ക് കിട്ടിയ പണി നിങ്ങൾക്ക് കിട്ടും. കാരണം 2-3 അതിൽ നിന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട്, ഇളകിയൊക്കെ വന്നിട്ടുണ്ട്, സെറ്റായിട്ടില്ലായിരുന്നു. പക്ഷേ ഉണങ്ങിയിട്ടില്ലായിരുന്നു. എൻ്റെ കയ്യിൽ വീണ്ടും പറ്റിയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിത് എല്ലാം ഇതുപോലെ സെറ്റാക്കിയ ശേഷം ഇതുപോലെ സെറ്റാക്കിയ ശേഷം ഇത് നമുക്ക് നൂലിൽ കോർത്തെടുക്കാം. കുറച്ച് പാടാണ്. കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേസ്. അപ്പോൾ എല്ലാം നൂലിൽ കോർത്തെടുത്ത ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പൂ ഇവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അത് ഒരു കെട്ടും കൂടെ ഇട്ടാൽ മതി. പക്ഷെ എനിക്ക് കെട്ടറിയത്തില്ല. ആദ്യമൊക്കെ കിടന്ന് അടിച്ചു, അമ്മയെ വിളിച്ചു. അതിനുശേഷം ഞാൻ എങ്ങനെയൊക്കെ അത് കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ചെയ്ത പൂവാണ്. ചെറുത് ഞാനിപ്പോൾ ചെയ്തത് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.